പെന്തക്കോസ്ത് ദൈവസഭ പൈറ്റുവിള സഭയെ കഴിഞ്ഞ 50 വർഷം പരിപാലിച്ചു. കാലാകാലങ്ങളിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ആ ദേശത്തേക്ക് അയക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കുകയും ചെയ്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയും. 50 വർഷം പൂർത്തീകരിച്ച ആ ദേശത്ത് നിലകൊണ്ട ആ സഭയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ആ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ കലേഷ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ മേഴ്സി, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയും. തൻ്റെ ശുശ്രൂഷ കാലയളവ് കഴിഞ്ഞ് 25 വർഷം പൂർത്തീകരിപ്പാൻ ദൈവം ഇടയാക്കി. വിളിച്ച നാൾ മുതൽ ഇന്ന് വരെ വിശ്വസ്തയോടെ ദേശത്തായിരിക്കാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയും. തന്നെ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ, വീണ്ടും കർത്താവ് ഉപയോഗിക്കട്ടെ, കർത്താവിൻ്റെ വരവോളം ഉപയോഗിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജോർജ് രാജൻ, കൊട്ടാരം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ വിശുദ്ധന്മാരെയും വളരെ ഹൃദ്യമായി സ്നേഹ വന്ദനം പ്രകാശിപ്പിക്കുന്നു. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം ജില്ലയിൽ പൈറ്റുവിള ഇന്ത്യൻ പെന്തിക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് അതിന്റെ പ്രേക്ഷിത ദൗത്യത്തിൽ 6 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ദൈവത്തിന് നാം എല്ലാ മഹത്വവും സ്തുതിയും പുകഴ്ചയും കരയറ്റുകയാണ്. പ്രത്യേകിച്ചും പ്രേക്ഷിത ദൗത്യത്തിൽ പൈറ്റുവിള ദേശത്തിന് ചുറ്റുപാടുകൾക്ക് 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഒരാശ്വാസമായി, ഒരു അനുഗ്രഹമായി, വെളിച്ചത്തിന്റെ കവചമായി ദൈവസഭയെ കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ ദൈവം നിർത്തിയതിന് നാം ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനു വേണ്ടി അധ്വാനിച്ച അഭിഷക്തന്മാരെ, ദൈവമക്കളെ ഓർത്ത് നാം കർത്താവിന് എല്ലാ മഹിമയും കരയറ്റുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന പാസ്റ്റർ കലേഷ് സോമൻ, എൻ്റെ ഏറ്റവും പ്രിയ സ്നേഹിതൻ, പെന്തിക്കോസ്റ്റൽ യങ് പീപ്പിൾസ് അസോസിയേഷനിൽ വിവിധ തലങ്ങളിൽ വളരെ സമർപ്പിതമായി പ്രവർത്തിച്ച ദേവിദാസൻ, താനും ശുശ്രൂഷയുടെ 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ തന്നെയും ഓർത്ത്, പ്രത്യേകിച്ച് തന്റെ കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ 100 നൊമ്പരങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നമ്മുടെ നാട്ടിൽ കാഴ്ചവെക്കുവാൻ കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചതിനും നാം ദൈവത്തിന് നന്ദി പറയുന്നു. സഭയ്ക്ക് എന്നും ഒരു ദൗത്യമുണ്ട്. സഭയ്ക്ക് ദേശത്തോട് വിളിച്ചു പറയുവാൻ ഒരു സുവിശേഷമുണ്ട്. ധൈര്യമായി, സമർപ്പിതമായി ഇനിയും മുൻപോട്ട് പോകുവാൻ അനേകരെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം സഹായിക്കും. ദൈവകൃപയിൽ 2002 മുതൽ 2008 വരെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് കുടുംബമായി പൈറ്റുവിള എബ്രോൺ സഭയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. ഞങ്ങൾ ശുശ്രൂഷിച്ച ആ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ദൈവകൃപയിൽ അനുഗ്രഹിക്കപ്പെട്ട കുറേ ദൈവമക്കൾ അവിടെ ദൈവത്തെ സേവിക്കുന്നു. ദൈവമക്കളുടെ കൂട്ടായ്മയും സഹകരണവും സഹായമൊക്കെ ഞങ്ങളുടെ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ജീവിതത്തിൽ അവരുടെ കരങ്ങളിലൊന്നുമില്ലെങ്കിലും ഏതെങ്കിലും നിലയിലൊക്കെ ദൈവദാസന്മാരെ സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ് ആ സഭയിലുള്ളത്. ഞങ്ങളവിടെ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ സഭയുടെ ചില മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്യുവാൻ ദൈവം അവസരം നൽകി. ഞങ്ങളവിടെ ചാർജ് എടുക്കുമ്പോൾ അവിടുത്തെ ചർച്ചിൻ്റെ മേൽക്കൂര വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു. അത് പൊളിച്ച് പണിയുവാൻ കർത്താവ് അവസരം നൽകി. അവിടെയുള്ള ദൈവമക്കൾ അതിൽ ആത്മാർത്ഥമായി സഹകരിപ്പാനിടയായി. ആലയത്തിന് ചുറ്റും മതിൽ കെട്ടുവാൻ ദൈവം അവസരം നൽകി. അതുപോലെ തന്നെ വാട്ടർ കണക്ഷൻ എടുക്കുവാനും
മറ്റ് പല ആത്മീയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുവാൻ ദൈവം അവസരം നൽകി. ഞങ്ങളിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പുതുതായി ചില കുടുംബങ്ങൾ, വ്യക്തികൾ അവിടെ കടന്നു വരുവാനും ചില പ്രിയപ്പെട്ടവർ സ്നാനം ഇടുവാനൊക്കെ ദൈവം അവസരം ഒരുക്കി. ഞങ്ങളിരുന്ന കാലഘട്ടം ഞങ്ങൾക്കും അവിടെയുള്ള സഭയ്ക്കും ഏറ്റവും അനുഗ്രഹമായി തീർന്നു. തുറന്നും അവിടെയുള്ള ദൈവസഭയെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ, വളർത്തട്ടെ. ഈ അനുഗ്രഹീതമായ നിലയിൽ ഈ സഭയുടെ വാർഷിക ക്രമീകരണം ചെയ്യുന്ന 50 വർഷം ഈ വാർഷികം ആഘോഷിക്കുന്ന ഈ അനുഗ്രഹീതമായ സമയം സഭയുടെ വലിയ അനുഗ്രഹങ്ങൾ, നന്മകളൊക്കെ ദൈവം നൽകട്ടെ. തുടർന്നുള്ള വർഷങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായി ദൈവം തീർക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വൈറ്റുവിള ഹെബ്രോൺ സഭയെ വരുന്നാൾ ദൈവ അനുഗ്രഹമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് കഴിഞ്ഞ ചില വർഷങ്ങളായി അവിടെ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ പാസ്റ്റർ കലേഷ് അവർകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങളായി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ ഇരുന്ന ഏറ്റവും കൂടുതൽ വർഷം അവിടെ ഇരുന്ന ദൈവദാസനാണ് പാസ്റ്റർ കലേഷ് അവർകൾ. തൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങൾ, ഈ സമയങ്ങളിൽ ആ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. സഭയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുവാനും അവിടെ ചർച്ചും വാസനയിലൊക്കെ പണിയുവാൻ തൻ്റെ ദാസൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്യുന്നല്ലോ. തൻ്റെ ദാസനിൽ കൂടെ അവിടെ ചെയ്യിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക അവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കലേഷ് ഫാമിലിക്കും അവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും നൽകുന്നു. സർവശക്തനായ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ വിലയേറിയ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവങ്ങളെ വേർതിരിച്ചു. 1991 മുതൽ 1995 വരെ വൈറ്റുള്ള സഭയുടെ ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം ഉത്തരം നൽകി. 4 വർഷം അവിടെ കർത്താവിൻ്റെ നാമബന്ധത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ചില ഭൗതികമായ പണികാര്യങ്ങളൊക്കെ, പാർശ്വത്തിൻ്റെ പണികളൊക്കെ ചെയ്യത്തക്കവണ്ണമുള്ള ഉത്തരം നൽകി. ചില പുതിയ ആത്മാക്കളെ ദൈവസഭയിലേക്ക് ആ സമയത്ത് നൽകുവാനിടയായിത്തീർന്നു. സന്തോഷത്തോടു കൂടെ 4 വർഷം അവിടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം ദൈവം നൽകി. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അനേക ജീവിതങ്ങൾ ദൈവത്തിൻ്റെ സമർപ്പിച്ച് മുമ്പോട്ട് വരുവാനിടയായിത്തീർന്നു. ധാരാളമായ അനുഗ്രഹങ്ങൾ പിന്നെയും ആ സഭയ്ക്ക് ദൈവം നൽകട്ടെ. ഈ 50ാമത്തെ വർഷം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ സകലവിധ ആശീർവാദങ്ങളും ആശംസകളും ഞങ്ങളുടേതായ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവം സഭയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.